CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. മുനമ്പം DYSP ഓഫീസിലാണ് മൊഴിയെടുക്കൽ. സംഭവത്തിൽ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത KM ഷാജഹാനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. എനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും വൈപ്പിൻ പ്രദേശം ഉൾപ്പെടുന്ന മുനമ്പം DYSPക്കും ആലുവ SP-ക്കും പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മൊഴിയെടുക്കാൻ ഇന്നിവിടെ മുനമ്പം DYSP മുമ്പാകെ ഞാൻ എത്തിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാ തെളിവുകളും ഇവിടെ നൽകുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപവാദ പ്രചരണത്തിൻ്റെ ഉറവിടം എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. എൻ്റെ ശ്രദ്ധയിൽ ഇത് വരുന്നത് പറവൂരുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ശ്രീ CK ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. ഇപ്പോൾ പറവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരുപാട് ദൂരമുണ്ടല്ലോ. അപ്പോൾ അത്രയും ദൂരത്തിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ഷാജഹാൻ, അദ്ദേഹത്തിന് എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? അപ്പോൾ കൂടുതൽ സംശയം ബലപ്പെട്ടു. ഇതൊരു നിസ്സാരമായ തമാശക്കുള്ളൊരു കാര്യമല്ല. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, ഇന്നലെ ഷൈൻ്റെ മൊഴി എടുത്തിരുന്നു, ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെയും മൊഴി അന്വേഷണ സംഘം എടുത്തിരിക്കുന്നു. പറവൂരാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ കേന്ദ്രം എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഉന്നം എന്ന് നമുക്കറിയാം. അതേ രീതിയിലുള്ളൊരു മൊഴി തന്നെയായിരിക്കുമോ പോലീസിന് നൽകിയിട്ടുണ്ടാവുക? പോലീസിന്റെ തുടർ നീക്കങ്ങൾ, അടുത്ത നീക്കം എങ്ങനെയായിരിക്കും? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെയും പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്ന് KN ഉണ്ണികൃഷ്ണൻ MLA നടത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം മുനമ്പം DYSP ഓഫീസിലേക്ക് കയറിപ്പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും VD സതീശനെ കാര്യമായി കുറ്റപ്പെടുത്താതെയായിരുന്നു KN ഉണ്ണികൃഷ്ണൻ MLAയുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അല്പം കടുപ്പിക്കുകയാണ്. കാരണം ഈ അപവാദ പ്രചരണങ്ങളുടെ എല്ലാം തുടക്കം പറവൂരാണ്. പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിൽ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെയാണ് വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടന്നത്. ആദ്യമൊന്നും പേര് സൂചിപ്പിക്കാതെയും പടം വയ്ക്കാതെയും എല്ലാം തന്നെ പ്രചരണം നടന്നതിനാൽ കാര്യമായി എടുത്തില്ല. പിന്നീട് തൻ്റെ ഫോട്ടോയടക്കം വെച്ച് പ്രചരണം നടത്തി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും മുനമ്പം DYSPക്കും പരാതി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മൊഴി നൽകാനായി എത്തിയിരിക്കുന്നത്. തൻ്റെ കയ്യിൽ ഉള്ള തെളിവുകൾ സമർപ്പിക്കും, വിശദമായിട്ടുള്ള തെളിവുകൾ ഉണ്ട്, അത് പൂർണ്ണമായും നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അപവാദ പ്രചരണം നടത്തുമ്പോൾ അതിന് തടയിടാൻ പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള VD സതീശൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് കരുതേണ്ടി വരും. ഇപ്പോഴും തിരുത്താൻ സമയമുണ്ട്, അതിന് മുതിരും എന്നാണ് പ്രതീക്ഷ എന്നാണ് ഇപ്പോൾ KN ഉണ്ണികൃഷ്ണൻ MLA അല്പസമയം മുമ്പ് നമ്മോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, യൂട്യൂബർ എന്ന നിലയിൽ KM ഷാജഹാൻ നടത്തിയ വലിയ രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തു. ഒരു വലിയ സംഭവ കഥ വിവരിക്കുന്നത് പോലെ തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. പാർട്ടിയെ അടക്കം മുൻകാലങ്ങളിൽ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള മുൻകാല പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ KM ഷാജഹാനോട് സഹതാപം മാത്രമാണ് ഉള്ളത് എന്നും KN ഉണ്ണികൃഷ്ണൻ MLA പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുകയാണ്. KJ ഷൈൻ്റെയും ഒപ്പം തന്നെ KN ഉണ്ണികൃഷ്ണൻ MLAയുടെയും പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകും. 100ഓളം സൈബർ ഹാൻഡിലുകളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പ്രധാനമായും ഈ KM ഷാജഹാനെയും ഒപ്പം തന്നെ ഈ ഗോപാലകൃഷ്ണനെയും അറസ്റ്റ് ചെയ്ത് നടക്കുമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഗോപാലകൃഷ്ണൻ സ്ഥലത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ പ്രതിസ്ഥാനത്തുള്ളവരെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവരെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ ചോദ്യം ചെയ്യും. മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി സിജോ.